അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ മക്കയും കഅബയും ഇഷ്ടപ്പെടാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്ന് മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് തങ്ങളുടെ ആവലാതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പങ്കുവച്ച് ഒരു കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ മടങ്ങാൻ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നു. വിശുദ്ധ കഅബ എന്നും വിശ്വാസികൾക്ക് ഒരത്ഭുതമാണ്. ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കവും ഇസ്ലാമിക ചരിത്രവും മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിശുദ്ധ മക്കയും കഅബയും. എന്നാൽ വിശുദ്ധ കഅബയിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. എങ്കിലും അതിൻ്റെ ചില വസ്തുതകൾ അറിയുമ്പോൾ നമുക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നുമെന്നത് തീർച്ചയാണ്. കഅബയുടെ ചുമരുകൾക്കിടയിലും തൂണുകൾക്കിടയിലും ഒരു പെട്ടി കാണപ്പെടാറുണ്ട്. കഅബയുടെ അടിഭാഗത്ത് വെളുത്ത മാർബിളുകൾ കൊണ്ട് നിർമ്മിതമായ തറയിൽ കറുത്ത മാർബിളുകൾ കൊണ്ടുള്ള ഭംഗിയുള്ള ലൈനുകളും കാണാം. ചുമരുകൾ മഞ്ഞ നിറത്തിലുള്ള മാർബിളുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നബി ഷാ നമസ്കരിച്ച ഒരു പ്രത്യേക സ്ഥലം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഅബക്കുള്ളിലെ ആ പെട്ടിയിൽ എന്താണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. സൗദി അധികൃതർ പുറത്തുവിട്ട വിവരമനുസരിച്ച് അതിൽ സൂക്ഷിക്കപ്പെടുന്നത് മുന്തിയ ഇനം ഊദും ത്വായിഫിലെ പനിനീർ എണ്ണയുമാണ്. പനിനീർ വെള്ളം കലർത്തിയ സംസം വെള്ളം കൊണ്ട് പരിശുദ്ധ കഅബയുടെ ചുവരുകൾ കഴുകിയ ശേഷം ഈ വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം സമൂഹം അതിയായി ആദരിക്കുന്ന ഈ പരിശുദ്ധ കഅബയെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നതിൽ സൗദി ഗവൺമെന്റ് വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ കഅബ സന്ദർശിക്കാനും അവിടെ ചെന്ന് പാപങ്ങളെല്ലാം അള്ളാഹുവിന് മുമ്പിൽ തുറന്നു പറഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തോടെ മടങ്ങാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.